ഗാർഹിക പീഡനം, സംശയം, വിവാഹമോചനം, ആത്മഹത്യയും കൂട്ടക്കൊലപാതകവും. അങ്ങനെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ കേരളത്തിലെ പല വീടുകളിലും കാണാം. വിവാഹമോചന കേസുകൾ കഴിഞ്ഞ 7 വർഷത്തേക്കാൾ 40% വർദ്ധിച്ചു. സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ പ്രതിദിനം 75 കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വർഷം 30,000-ലധികം വിവാഹമോചന കേസുകൾ ഉണ്ടാകുന്നുവെന്നാണ് കണക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? വിവാഹേതര ബന്ധങ്ങളും ഗാർഹിക പീഡനവും പങ്കാളിയുടെ ലഹരി ഉപയോഗവും ദാമ്പത്യ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്നു. ഒടുവിൽ വേർപിരിഞ്ഞ് ജീവിക്കാൻ തീരുമാനിച്ചാലും ചില പുരുഷന്മാർ ഭാര്യമാരെ വേട്ടയാടും. അതിൻ്റെ ഇരകളാകുന്നതിൽ മക്കളും കുടുംബാംഗങ്ങളുമെല്ലാം ഉണ്ട്. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ ഭാര്യാമാതാവിനെ കൊലപ്പെടുത്തിയതും ആലുവയിൽ ഭാര്യ വീട്ടിലെത്തി യുവാവ് പരാക്രമം കാട്ടിയതുമെല്ലാം ദാമ്പത്യ പ്രശ്നത്തിൻ്റെ തുടർച്ചയാണ്. എന്താണ് കേരളത്തിലെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. എരുമേലി സ്വദേശി സുനിൽ മക്കളെ കാണാനെന്ന് പറഞ്ഞാണ് പത്തനംതിട്ട വെച്ചൂച്ചിറയിലുള്ള ഭാര്യ വീട്ടിലെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സുനിലും ഭാര്യയും കഴിഞ്ഞ 4 വർഷത്തോളമായി പിരിഞ്ഞു കഴിയുകയാണ്. അമ്മ ഉഷയോടൊപ്പമാണ് ഭാര്യയും 2 മക്കളും. ഭാര്യ വീട്ടിലെത്തിയ സുനിൽ മക്കളെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ചു. ഇത് എതിർത്തതോടെ ഭാര്യാമാതാവ് ഉഷയും സുനിലും തമ്മിൽ വാക്കേറ്റമായി. ഒടുവിൽ മൺവെട്ടി ഉപയോഗിച്ച് ഉഷയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഉഷയുടെ മറ്റൊരു മകളുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ക്രൂരകൃത്യം. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വൈകിട്ട് 3:30-നാണ് ഉഷാമണിയെ മരുമകൻ സുനിൽ വെച്ചൂച്ചിറയിലെ വീട്ടിലെത്തി മഴുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഉഷാമണിയുടെ മകളുമായി കുടുംബ വഴക്കിനെ തുടർന്ന് അകന്നു കഴിഞ്ഞിരുന്ന സുനിൽ പലപ്പോഴും മദ്യപിച്ച് വീട്ടിലെത്തി ശല്യം ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. സുനിലുമായി അകന്നു കഴിഞ്ഞിരുന്ന മകളെ ഉഷാമണി വീട്ടിൽ സംരക്ഷിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഉഷ എന്ന സ്ത്രീക്ക് 2 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്ത പെൺകുട്ടി കുറച്ചൊന്ന് അധികം കാലമായി ഭർത്താവിൽ നിന്ന് കഴിഞ്ഞ് ഈ സ്ത്രീയോടൊപ്പം ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞു വരികയായിരുന്നു. ഈ പെൺകുട്ടി ഈ ഭർത്താവിനൊപ്പം ചെല്ലണമെന്നും പറഞ്ഞ് നിരന്തരം ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എരുമേലിയിൽ വെച്ച് ഇത്തരത്തിലൊരു തർക്കം ഈ മരുമകനും ഉഷ എന്ന സ്ത്രീയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കും അയാൾ ഇവിടെ എത്തി മഴ ഉപയോഗിച്ചാണ് തലക്കടിച്ച് കൊന്നത്. ഉച്ചയ്ക്ക് എരുമേലിയിൽ വെച്ച് ഉഷയും സുനിലും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്നാണ് വീട്ടിലെത്തി ഇയാൾ ഭാര്യയെ വിട്ടുനൽകണമെന്ന് ആവശ്യപ്പെട്ടത്. തുടർന്നുണ്ടായ തർക്കത്തിൽ ഉഷാമണിയെ മഴുകൊണ്ട് തലയ്ക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. പല വീടുകളിലെയും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണം ഭർത്താക്കന്മാരുടെ ലഹരി ഉപയോഗമാണ്. ലഹരിയിൽ അടിഞ്ഞാടുന്ന യുവാക്കൾ സ്വന്തം വീട്ടിൽ മാത്രമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ആലുവയിൽ പുലർച്ചെ ഭാര്യ വീട്ടിലെ ഓടിളക്കി അകത്തു കടന്ന യുവാവ് കാട്ടിക്കൂട്ടിയ പരാക്രമം ചെറുതൊന്നുമല്ല. ഭാര്യാമാതാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഭാര്യയുടെ സഹോദരിയെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ പരിക്കേറ്റ ആലുവ സ്വദേശിനി ഖദീജയും മകളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി നേമം സ്വദേശി രാജീവിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഖദീജയുടെ മകൾ വിവാഹമോചന ഹർജി നൽകിയതാണ് പ്രകോപന കാരണം. ആലുവ പൈപ്പ് ലൈൻ റോഡിൽ താമസിക്കുന്ന ഖദീജയുടെ വീട്ടിലെത്തിയാണ് മരുമകൻ രാജീവ് അതിക്രമം കാട്ടിയത്. പുലർച്ചെ 3 മണിയോടെ വീടിന്റെ ഓട് ഇളക്കി അകത്തു കയറിയ രാജീവ് ഭാര്യയുടെ ഇളയ സഹോദരിയെ ആദ്യം ആക്രമിച്ചു. മകളുടെ കരച്ചിൽ കേട്ട് എഴുന്നേറ്റ ഖദീജയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു. പിന്നീട്
കൈയും കാലും തല്ലിയൊടിക്കാൻ ശ്രമിച്ചു. വീട്ടിലെ ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയതോടെ അക്രമി ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അയൽക്കാരാണ് ഖദീജയെയും മകളെയും ആശുപത്രിയിൽ എത്തിച്ചത്. രാജേഷിന്റെ ആക്രമണത്തിൽ ഭാര്യ സഹോദരിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. സാരമായി പരിക്കേറ്റ ഇരുവരും ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഖദീജയുടെ മകളുമായി കുറെ നാളുകളായി ഇയാൾ അകന്നു കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം വിവാഹമോചന ഹർജി കോടതിയിൽ നൽകിയിരുന്നു. ഇതാണ് പ്രകോപന കാരണമെന്നാണ് വിവരം. ഇതേ ചൊല്ലി ഇയാൾ ഭാര്യ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്ന മൊഴിയിലുണ്ട്. ലഹരിക്ക് അടിമയായ രാജീവ് ഭാര്യയെ പലപ്പോഴും ആക്രമിക്കുമായിരുന്നു. ഇതോടെയാണ് യുവതി ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ എത്തിയത്. സംഭവത്തിൽ ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതി ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കയറും വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊച്ചി. പല രീതിയിൽ ലൈംഗിക വൈകൃതമുള്ള മനുഷ്യരുണ്ട്. സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കുന്നവർ, അത് ധരിച്ച് നടക്കുന്നവർ. കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജിക ഇങ്ങനെയുള്ളവരെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണേണ്ടി വന്നു. സ്വന്തം ഭർത്താവ് അസാധാരണ സ്വഭാവ വൈകൃതമുള്ള വ്യക്തിയെന്നറിഞ്ഞതോടെ അവൾ ഭയന്നുപോയി. വിഭജികയുടെ മരണശേഷമാണ് ഭർത്താവ് നിതീഷിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും ചില ചിത്രങ്ങളും പുറത്തു വന്നത്. അതിനിടെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. എന്നാൽ 1.5 വയസ്സുകാരിയായ മകളുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാനാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലെ തീരുമാനം. മകൾ വിഭജിക, ചെറുമകൾ വൈഭവി എന്നിവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി കൊല്ലം കേരളപുരം സ്വദേശി ശൈലജ UAE-ലെത്തിയിരുന്നു. ഇതിനായി അവർ കോടതിയെയും സമീപിച്ചു. എന്നാൽ UAE നിയമപ്രകാരം കുട്ടിയുടെ പിതാവിനാണ് മൃതദേഹം വിട്ടുകൊടുക്കേണ്ടത്. അതിനാൽ കോടതി ഉത്തരവ് പിതാവ് നിതീഷിന് അനുകൂലമായി. തുടർന്ന് ശൈലജയുടെ പരാതി പ്രകാരം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് ചൊവ്വാഴ്ച വൈഭവിയുടെ സംസ്കാരം നടത്തുന്നത് തടഞ്ഞിരുന്നു. ശൈലജ, മകൻ വിനോദ് എന്നിവരുമായും നിതീഷിന്റെ കുടുംബവുമായും കോൺസുലേറ്റ് അധികൃതർ നടത്തിയ ചർച്ചയിലാണ് പുതിയ ധാരണ. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും 1.5 വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാനുമാണ് തീരുമാനം. മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വിഭജികയുടെ കുടുംബം കേരള ഹൈക്കോടതിയിലും ഹർജി നൽകിയിരുന്നു. എന്നാൽ ഭർത്താവിന്റെ ഭാഗം കേൾക്കാതെ വിഷയത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്നും വിഭജികയുടെ കുടുംബത്തിന്റേത് ആരോപണങ്ങളാണെന്നും കോടതി നിരീക്ഷിച്ചു. ഭർത്താവ് കുറ്റകൃത്യം ചെയ്തെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹത്തിൽ അവകാശമില്ലെന്ന് പറയാനാകുമോ എന്നും ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ഭർത്താവിനല്ലേ നിയമപരമായ അവകാശമെന്നും കോടതി ചോദിച്ചു. ഭർത്താവിന്റെയും എംബസിയുടെയും നിലപാടറിയണമെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. കൊല്ലം സ്വദേശിനിയായ വിഭജിക, മകൾ വൈഭവി എന്നിവരെ ജൂലൈ 11-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. MBA ബിരുദധാരിയായ വിഭജിക ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജരായി ജോലി ചെയ്തു വരികയായിരുന്നു. ദുബായിലെ മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറാണ് നിതീഷ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും അകന്നു കഴിയവെയാണ് വിഭജികയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്താവിന്റെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ മനംനൊന്താണ് 1.5 വയസ്സുകാരിയായ മകളെ കൊന്ന് വിഭജിക ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. അതിനിടെ നിതീഷ് ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ചും ചുണ്ടിൽ ചായം തേച്ചുമുള്ള നിതീഷിന്റെ ചിത്രങ്ങൾ വിഭജികയുടെ മരണശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വിഭജികയുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന് പറഞ്ഞാണ് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. നിതീഷിന്റെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ച് ആത്മഹത്യാക്കുറിപ്പിലും വിഭജിക പരാമർശിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ത്രീയുമായി ഇയാൾ ബന്ധം പുലർത്തിയിരുന്നതായും ആരോപണമുണ്ട്. സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് ഫ്ളാറ്റിൽ കൊണ്ടുവരുന്ന മാനസിക വൈകൃതം നിതീഷിനുണ്ടായിരുന്നുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തലും വിഭജികയുടെ സുഹൃത്തുക്കൾ നടത്തുന്നു. ശൈലജയുടെ പരാതിയിൽ നിതീഷ് മോഹൻ, ഇയാളുടെ സഹോദരി നീതു, ഭർത്താവ് മോഹനൻ എന്നിവർക്കെതിരെ കുണ്ടറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കർണാടക ധർമ്മസ്ഥലയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുഴിച്ചു മൂടിയ ആ രഹസ്യങ്ങൾ പുറത്തുവരുമോ? കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ പോലീസ് എന്തിനാണ് ഒളിച്ചുകളി നടത്തുന്നത്? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി സ്ഥലത്തെത്തിയിട്ടും പോലീസ് എന്തുകൊണ്ടാണ് തെളിവെടുപ്പ് നടത്താതെ മടങ്ങിയത്? അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടും പോലീസ് പിൻവാങ്ങിയതിൽ പല ദുരൂഹതയുമുണ്ട്. സാക്ഷിക്കൊപ്പം 1 മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് അഭിഭാഷക സംഘം മടങ്ങിയത്. ഇതിനിടെ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് 23 വർഷങ്ങൾക്ക് ശേഷം ധർമ്മസ്ഥല പോലീസ് അമ്മയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരാ കേസിൽ പോലീസ് അനാസ്ഥ തുടരുകയാണ്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ മുൻ ജീവനക്കാരനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നായിരുന്നു അറിയിപ്പ്. അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും തെളിവെടുപ്പെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് അഭിഭാഷക സംഘം സ്ഥലത്തെത്തി 1 മണിക്കൂറോളം കാത്തിരുന്നെങ്കിലും പോലീസ് എത്താത്തതിനെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വന്നു. തെളിവെടുപ്പ് ഒഴിവാക്കിയത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. കേസിൽ നിർണായക വഴിത്തിരിവായേക്കാവുന്ന നടപടികളാണ് അറിയിപ്പില്ലാതെ പോലീസ് ഒഴിവാക്കിയത്. ഇതോടെ ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ ദുരൂഹത ഏറുകയാണ്. പ്രദേശത്ത് ബലാത്സംഗത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചിട്ടെന്നാണ് മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ. തെളിവിനായി ഇവിടെ നിന്നും ഒരു മൃതദേഹാവശിഷ്ടവും ഇയാൾ പുറത്തെടുത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ 2 പതിറ്റാണ്ടിന് ശേഷം അനന്യ ഭട്ടിന്റെ തിരോധാന കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊൽക്കത്തയിലെ CBI ഉദ്യോഗസ്ഥയായിരുന്ന സുജാത ഭട്ടിന്റെ പരാതിയിലാണ് അന്വേഷണം. മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിനെ 2003 ഡിസംബറിലാണ് ധർമ്മസ്ഥലയിൽ നിന്ന് കാണാതായത്. സഹപാഠികൾക്കൊപ്പം ക്ഷേത്ര സന്ദർശനത്തിനായി എത്തിയപ്പോഴാണ് അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. അന്ന് മകളുടെ തിരോധാനം അന്വേഷിക്കാൻ എത്തിയ സുജാത ഭട്ടിന് നേരെയും അതിക്രൂരമായ ആക്രമണമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ ഇവർ 4 മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മകളുടെ തിരോധാനം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സ്വന്തം നിലയിൽ അന്വേഷിക്കാനായിരുന്നു അന്ന് പോലീസിന്റെ നിർദ്ദേശം. ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പര സംബന്ധിച്ച് ന്യൂസ് 18 ആണ് ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റിയും സജീവമായ ഇടപെടൽ നടത്തുന്നുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നത് കേസ് അന്വേഷണത്തെ ഫലപ്പെടുത്തും. ഇതിനിടയിൽ കൊലപാതക പരമ്പര സംബന്ധിച്ച് അന്വേഷിക്കാൻ DGP പ്രണാബ് മൊഹന്തി IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല. വധശിക്ഷ നടപ്പാക്കും വരെയും പോരാടും. ദൈവത്തിൻ്റെ നിയമം നടപ്പാക്കണം. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ സഹോദരൻ്റെ വാക്കുകൾ അനുനയ ചർച്ചകൾ വഴിമുടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം യമനിൽ നിന്ന് പ്രതീക്ഷയുടെ വാർത്തകളാണ് പുറത്തു വന്നതെങ്കിൽ പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത്? നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും തലാലിൻ്റെ കുടുംബത്തിൻ്റെ തീരുമാനമാണ് നിർണായകം. മകളുടെ മോചനത്തിനായി യമനിൽ പ്രാർത്ഥനയോടെ ഒരമ്മയും സജീവ ഇടപെടലുമായി ആക്ഷൻ കൗൺസിലും രംഗത്തുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ചൊവ്വാഴ്ചയാണ് വന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ ഇതിൽ നിർണായകമായിരുന്നു. വീണ്ടും ചർച്ചകൾ തുടരുന്നതിനിടെയാണ് നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താബ് മഹ്ദി രംഗത്ത് വന്നത്.
നിമിഷയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് ഇയാൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. ഞങ്ങളുടെ ആവശ്യം വധശിക്ഷ മാത്രമാണെന്ന് തലാലിന്റെ സഹോദരന്റെ കുറിപ്പിൽ പറയുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു. ഏതെങ്കിലും തരത്തിലുള്ള എല്ലാത്തരം അനുരഞ്ജന ശ്രമത്തോടും പൂർണ്ണമായും വിയോജിക്കുകയാണ്. കാലതാമസം ഈ കേസിനെ ഇല്ലാതാക്കില്ല. നീതി നടപ്പാക്കാനായി കാത്തിരിക്കുകയാണെന്നും മഹ്ദിയുടെ കുറിപ്പിൽ പറയുന്നു. തലാലിന്റെ കുടുംബത്തിലെ ചിലർ ദിയാദനം വാങ്ങി മാപ്പ് നൽകണമെന്ന അഭിപ്രായമുള്ളവരാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ശക്തമായ എതിർപ്പുമായി മഹ്ദി രംഗത്തെത്തിയത്. യമനിൽ ചർച്ചകൾ അനുകൂലമായി പുരോഗമിക്കുകയാണെന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.